യെസ്, ആദ്യം ജന്മഭൂമിയിൽ തുടങ്ങുന്നു. ജന്മഭൂമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത മെത്രാന്മാരുടെ രാഷ്ട്രീയ കളി സഭയിൽ പൊട്ടിത്തെറി എന്നതാണ്. സഭാ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം ഷോൺ രേഖാമൂലം പരാതി നൽകും എന്നാണ്. തെരഞ്ഞെടുപ്പിന് തൊട്ടുതലേന്ന് ചില മെത്രാന്മാരും കത്തോലിക്ക സഭാ മുഖപത്രം ദീപികയും UDFന് വോട്ട് ചെയ്യാൻ ആഹ്വാനം ചെയ്തതും രാഷ്ട്രീയം കളിച്ചതും സഭയിൽ വൻ പ്രതിഷേധത്തിനും പൊട്ടിത്തെറിക്കും വഴിയൊരുക്കി എന്നാണ് ആ വാർത്ത പറഞ്ഞു വെക്കുന്നത്. അതായത് സഭാ നേതൃത്വം നിർദ്ദേശിക്കുന്നു, ഒരു വിഭാഗം നിർദ്ദേശിക്കുന്നു ഷോൺ രേഖാമൂലം ഷോൺ ജോർജ് പരാതി നൽകാൻ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ്. യെസ്, അതായത് സഭയ്ക്ക് ഞങ്ങളെ വേണ്ടെങ്കിൽ ഞങ്ങൾക്ക് സഭയെ വേണ്ട എന്നാണ് ഷോൺ ജോർജ് പറഞ്ഞത്. മറ്റൊരു വാർത്ത, ഈ മൊണാലിസ മൈനർ ഫർമാൻ ഖാനെതിരെ പോക്സോ കേസ് എന്നതാണ്. അതായത് ഈ കുംഭമേളയുമായി ബന്ധപ്പെട്ട് ഒരു വൈറൽ താരമായി മാറിയ പെൺകുട്ടിയെ പ്രായപൂർത്തിയാകും മുൻപ് വിവാഹം കഴിച്ചു എന്ന കാരണത്താൽ ഈ ഫർമാൻ ഖാൻ വിവാഹം കഴിച്ച ആൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇനി ശിവൻകുട്ടി അടക്കമുള്ളവർ പെട്ടു എന്ന വാർത്തയും വരുന്നുണ്ട്. അതായത് അവർക്കെതിരെ എന്ത് നടപടിയാണ്? ഈ പോക്സോ കേസിന് കാരണമായ സംഭവത്തിന് കൂട്ടുനിന്നത്, അത് ചെയ്യിപ്പിച്ചത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സന്ദേശമാണ് നൽകുന്നത് എന്ന ചോദ്യം കൂടി അവിടെ ഉയരുന്നുണ്ട്. യെസ്, അതാണ് ഒരു പ്രധാനപ്പെട്ട വാർത്തയായി നൽകുന്നത്. മറ്റൊന്ന്, വനിതാ സംവരണ ഭേദഗതി ബില്ലിനെതിരെ കോൺഗ്രസും CPM എന്നാണ്. വനിതകൾക്ക് 33% പാർലമെന്റിലും നിയമസഭകളിലും സംവരണ ഉറപ്പാക്കുന്ന വനിതാ സംവരണ ഭേദഗതി ബില്ലിനെതിരെ കോൺഗ്രസും CPM രംഗത്തെത്തുന്നു എന്ന വാർത്തയുണ്ട്. ഇവരൊക്കെ സ്ത്രീകൾക്ക് സമത്വം സ്ത്രീ സമത്വം പാടുന്നവരാണേ. യെസ്, എന്നിട്ടാണ് ഇങ്ങനെ ഒരു വാർത്ത നമ്മൾ വായിക്കേണ്ടി വരുന്നത്. UDFൽ വിലപേശൽ തുടങ്ങിയെന്ന വാർത്തയുണ്ട്. ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹതയുണ്ടെന്ന് ലീഗ് പറയുന്നു. കഴിഞ്ഞ ദിവസം യൂത്ത് ലീഗ് അത് പറഞ്ഞതാണ്. മുസ്ലിം ലീഗിൽ പൊട്ടിച്ചില്ല, എണ്ണിയില്ല, ജയിക്കുമെന്ന് ഉറപ്പുമില്ല. എന്നിട്ടും അധികാര വടംവലി തുടങ്ങുകയാണ്, പിടിവലിയാണ്. ഞങ്ങൾക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം വേണമെന്ന് ഇത് നേരത്തെ തന്നെ BJPയും NDAയും ഒക്കെ ആവർത്തിച്ച് പറഞ്ഞതാണ്. സംഭവിക്കാനിരിക്കുന്നത് എന്താണ്? ലീഗ് കോൺഗ്രസിനെ വിഴുങ്ങുന്നു എന്ന കാര്യം അവർ ആവർത്തിച്ച് പറഞ്ഞതാണ്. ഇനി ഉൾപേജിലേക്ക് വന്നാൽ നമ്മൾ നേരത്തെ വായിച്ച വാർത്തയുടെ ഉപതലക്കെട്ടുകൾ കൂടിയുള്ള വാർത്തകളാണ്. സഭാ മുഖപത്രത്തിനെതിരെ ഷോൺ, സഭാ നേതൃത്വവുമായി ഈ വിഷയം ചർച്ച ചെയ്തു എന്ന ഷോണിന്റെ വാർത്ത. ഒപ്പം രാഷ്ട്രീയം പറയുന്ന മെത്രാന്മാരെ രാഷ്ട്രീയക്കാരായി തന്നെ കാണുമെന്ന PC ജോർജിന്റെ മറുപടി. രണ്ടുപേരും ഇന്നലെ എടുത്തിട്ട് അലക്കി എന്നതാണ്. മറ്റൊന്ന്, കുംഭമേള വൈറൽ പെൺകുട്ടിയുടെ വിവാഹം NIA അന്വേഷിക്കണമെന്ന VHPയുടെ ആവശ്യം നമ്മൾ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയതാണ്. ആദ്യ ദിവസം മുതൽ അഡ്വക്കേറ്റ് അനിൽ വിളയിൽ ഇക്കാര്യം ആവർത്തിച്ച് പറയുന്നുണ്ട്. ഈ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല, 18 വയസ്സ് തികഞ്ഞിട്ടില്ല. പക്ഷെ പലരും അത് മറച്ചു പിടിക്കാൻ ശ്രമിച്ചു. ഇപ്പോൾ വ്യാജ ഐഡന്റിറ്റി കാർഡ് നിർമ്മിച്ചതിന് കൂടി കേസിൽ നേരിടേണ്ടി വരും എന്ന വാർത്തയാണ് ഈ ജന്മഭൂമിയിലുള്ളത്. ഇതൊക്കെയാണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളായി ജന്മഭൂമിയിൽ വരുന്നത്. ഇനി മനോരമ, നമുക്ക് മനോരമ നോക്കാം. മനോരമ ആദ്യം തന്നെ അവർ കൊടുത്തിരിക്കുന്ന ആർട്ടിമിസ്റ്റ് യാത്രികർ എന്ന ഭൂമിയിൽ എന്നുള്ള വാർത്ത. ഒപ്പം നമുക്കതിൽ ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യുന്നത് ഇന്നലെ കണ്ണീര് ഓർമ്മയായി വളരെ വേദനയോടെയാണ് ആ വാർത്ത ഞാൻ വായിച്ചത്. തിരച്ചിലൊടുങ്ങി, ശ്രീനന്ദ തിരിച്ചില്ല എന്നുള്ളൊരു വാർത്ത. അപ്പോൾ പെൺകുട്ടിയുടെ മരണം അത് സംബന്ധിച്ചൊരു വാർത്തയാണ്. പെൺകുട്ടി ഇങ്ങനെ ഐസ്ക്രീം വാങ്ങാൻ പെൺകുട്ടിയോടെ നിർത്തിയിട്ട് ഈ 14 വയസ്സുകാരെ നിർത്തിയിട്ട് വീട്ടുകാരും കസിൻസ് കൂടി പോയത് ആ നിമിഷ നേരം കൊണ്ടാണ് ആ കുഞ്ഞിനെ കാണാതായത്. പക്ഷേ 1500 അടി താഴ്ചയിൽ നിന്നും ആ കുഞ്ഞിൻ്റെ മൃതദേഹം കണ്ടെത്തി. ഇന്ന് അപകട മരണമെന്നാണ് പോലീസ് പറയുമ്പോഴും കുടുംബം ദുരൂഹത സംശയിക്കുന്നുണ്ട്. കാരണം ചിക്കമംഗളൂർ വലിയ വനപ്രദേശമാണ്, കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി എന്നതടക്കമുള്ള പരാതിയാണ് അന്ന് നൽകിയത്. പക്ഷേ അതിൻ്റെ നിർണായക മണിക്കൂറുകൾ അന്വേഷണ സംഘം നഷ്ടപ്പെടുത്തിയെന്ന് പറയേണ്ടി വരും. കേരള പോലീസും അല്ലെങ്കിൽ സർക്കാരും ഇടപെട്ടത് ഈ കുഞ്ഞിനെ കിട്ടുന്നതിന് അതായത് മൃതദേഹം കിട്ടുന്നതിന് ഏതാനും മണിക്കൂറുകൾ മുൻപാണ്. എന്തായാലും ശ്രീനന്ദയുടെ മരണത്തിലെ ദുരൂഹത അത് പുറത്തു കൊണ്ടുവരണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇനി നമുക്ക് മനോരമ അടക്കം കുറച്ച് ദിവസങ്ങൾ മുൻപ് വലിയ രീതിയിൽ ആഘോഷിച്ച ഒരു വിവാഹത്തിൻ്റെ മറ്റൊരു വശം ഇന്നിതാ ചെറിയ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട് പേജിലാണ് കുഞ്ഞു ബോക്സ്. വൈറൽ താരത്തിൻ്റെ വിവാഹം കുരുക്കിൽ. പക്ഷേ ഈ വിവാഹം വൈറലാക്കിയത് ആരാണെന്നുള്ള പ്രധാന ചോദ്യം. കേരളത്തിലെ മാധ്യമങ്ങളാണ്, ഈ മുതിർന്ന നേതാക്കളാണ്, ഒപ്പം ഇവിടുത്തെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളാണ്. 18 വയസ്സ് തികയാത്ത ഒരു പെൺകുട്ടിയുടെ വിവാഹമാണ് വൈറലാക്കിയത്. അപ്പം കേരളം എന്ത് സന്ദേശം നൽകുന്നു എന്ന ചോദ്യം കൂടി വരുന്നപ്പോൾ മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പ് ഇന്ന് ഉടനീളമുള്ള പത്രങ്ങളിൽ കാണാൻ സാധിക്കും. ശരി, മനോരമയ്ക്ക് ഇത് 2 മുഖപേജുകളാണ് ഉള്ളത്. ഒന്ന്, വോട്ടിംഗ് യന്ത്രം താക്കോൽ പൂട്ടിനൊപ്പം വെക്കണമെന്ന് കേന്ദ്ര നിരീക്ഷകൻ. എന്തൊരു സുരക്ഷ എന്നാണ് വലിയ ഹെഡ് കൊടുത്തിരിക്കുന്നത്. കോട്ടയത്ത് സുരക്ഷാ ചട്ടം പാലിക്കുന്നതിനെ ചൊല്ലി തർക്കം, ഉദ്യോഗസ്ഥർക്ക് നേരെ തോക്കു ചൂണ്ടി സൈനികർ. എങ്ങനെ തോക്കു ചൂണ്ടാതിരിക്കും? പോളിംഗ് ബൂത്തിലൊക്കെ കഴിഞ്ഞ ദിവസം അത്തരത്തിലുള്ള വാർത്തകളാണ് റിപ്പോർട്ട് ചെയ്തത്. എന്തായാലും ഇനി മുതൽ താക്കോൽ പൂട്ടിനൊപ്പം തന്നെ വെക്കണം. ഒരു സുരക്ഷയും അവിടെ ലംഘിക്കപ്പെടാൻ പറ്റില്ല എന്നുള്ള വിവരമാണ് ഫസ്റ്റ് വാർത്തയായിട്ട് നൽകിയിരിക്കുന്നത്. മനോരമയ്ക്ക് 3 പേജ് ഉണ്ട് കേട്ടോ. ഫ്രണ്ട് പേജ് അതെ 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 മോഹൻലാൽ കൂടുന്നത് പോലെ. അതെ 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 ഉൾപേജിലൊക്കെ വാർത്തകൾ കൊടുത്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന്റെ ഒരു ക്ഷാമമുണ്ട് എങ്കിലും വാർത്തകൾ പേജുകൾ പരസ്യം കൂടെ നിറച്ചിട്ടുണ്ട്. ശരി കൃഷ്ണരാജ്, അടുത്ത പത്രത്തിലേക്ക് പോകും. മാതൃഭൂമിയിൽ
ഇതുപോലെ ഒരു പരസ്യത്തിന് വേണ്ടി ഒരു മുഖപ്പേജ്, രണ്ടാമത്തെ ഒരു മുഖപ്പേജ്, മൂന്നാമത്തെ ഒന്ന്, അങ്ങനെ 3 ഉണ്ട്. ഇപ്പോൾ 3 മുഖപ്പേജുകളാണ് പതിവായി വരുന്നത്. അതിൽ രണ്ടാമത്തെ മുഖപ്പേജിൽ കണ്ടെത്തി ചേതനയേറ്റ് കണ്ണീരായി ശ്രീനന്ദ, കൊലപാതകമെന്ന് ബന്ധുക്കൾ, അപകടമരണമെന്ന് പോലീസ്, ദുരൂഹത ബാക്കി എന്ന തലക്കെട്ടോടെ വാർത്ത നൽകുകയാണ്. അതായത് 4 ദിവസത്തെ കാത്തിരിപ്പിനും പ്രാർത്ഥനയ്ക്കും വിഫലമാകുന്നു. ചിക്കമംഗളൂരിൽ ബാബുഡാൻ മലനിരകൾക്ക് 1500 അടി താഴ്ചയിൽ നിന്ന് ശ്രീനന്ദയുടെ 15 വയസ്സുകാരിയുടെ ചേതനയേറ്റ ശരീരം കണ്ടെത്തിയെന്നതാണ്. ഈ ദുരൂഹത ബാക്കി എന്നത് ഒരു ചിത്രസഹിതം വരച്ചു കാട്ടിയിട്ടുണ്ട് കേട്ടോ. വ്യൂ പോയിന്റ്, മാണിക്യധാര വ്യൂ പോയിന്റ്. വൈകിട്ട് 5:30 മാതാപിതാക്കളുടെ ഒപ്പം കുട്ടി ഇവിടെ ഉണ്ടായിരുന്നു, പിന്നീട് താഴേക്ക് പോയതാണ് എന്നാണ്. പക്ഷെ പോലീസ് ഇപ്പോഴും പറയുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലോ അസ്വാഭാവികമായി ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. കണ്ടെത്തുമ്പോൾ മൃതദേഹത്തിന് 4 ദിവസത്തെ പഴക്കമില്ല, ശ്രീനന്ദ പഴക്കമില്ല എന്നാണ്. അതായത് അപ്പോൾ എന്താണ് സംഭവിച്ചത്? അതൊരു ചോദ്യമായി. മിനിറ്റിനുള്ളിലാണ് ഈ കുഞ്ഞ് അവിടെ വീണത്. ശ്രീനന്ദ അവസാനമുണ്ടായിരുന്ന ഭാഗത്തിന്റെ അടിവാരത്ത് നിന്നല്ല മൃതദേഹം കണ്ടെത്തിയത്, അതുകൊണ്ട് അപകടം പറ്റി വീണതാകാൻ സാധ്യത കുറവ് എന്ന് പറയുന്നു. വ്യൂ പോയിന്റിന്റെ ചുറ്റും ഇരുമ്പ് വേലിയുണ്ട്. ഇത് മറികടന്ന് അല്പം മുന്നോട്ട് കടന്നാൽ മാത്രമേ താഴ്ചയിലേക്ക് വീഴാൻ സാധ്യതയുള്ളൂ. മൃതദേഹം കണ്ടെത്തിയ പ്രദേശത്തിന്റെ മുകൾ ഭാഗത്ത് ഒട്ടേറെ സഞ്ചാരികൾ ഉണ്ടായിരുന്നു. ഇത്രയും സഞ്ചാരികളുടെ സാന്നിധ്യത്തിൽ ശ്രീനന്ദ എങ്ങനെ കമ്പിവേലി മറികടന്ന് പോകുന്നു? മൃതദേഹം കണ്ട മേഖലകളിൽ കഴിഞ്ഞ ദിവസം വനംവകുപ്പ് തെരച്ചിൽ നടത്തിയിരുന്നു. ഈ പ്രദേശത്തിന്റെ താഴെ നിന്നാണ് മൃതദേഹം കണ്ടത്. അപ്പോൾ അതായത് നേരത്തെ ഈ പ്രദേശത്ത് അന്വേഷണം നടത്തി പരിശോധന നടത്തിയിട്ട് കണ്ടെത്താത്തത് പിന്നെ എങ്ങനെ വന്നു? മറ്റൊന്ന് 5 ദിവസമായി കാണാതാകുന്നു അല്ലേ? 4 ദിവസത്തെ കാത്തിരിപ്പ്, 4 ദിവസത്തെ പഴക്കമില്ല. അപ്പോൾ ഒരു കുട്ടി താഴേക്ക് വീണാൽ അത് ആ മരണം വളരെ പെട്ടെന്ന് സംഭവിക്കണം. 1500 അടി മിനിറ്റിനുള്ളിൽ അത് എങ്ങനെ അത്രയും പേരുടെ ഇടയിൽ നിന്ന് വീണാൽ മറ്റാരും കാണില്ല എന്നുള്ള ചോദ്യം. ഈ കുഞ്ഞിന്റെ രക്ഷകർത്താക്കൾ ആദ്യം മുതൽ പറയുന്നത് ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി എന്നാണ്. അന്ന് മഞ്ഞ് വീഴ്ച എന്ന് പറഞ്ഞുകൊണ്ട് ഈ കർണാടക പോലീസ് അന്വേഷണം അങ്ങ് നിർത്തിവെച്ചു. യെസ്, തിരച്ചിലിനിടെ വ്യൂ പോയിന്റിൽ നിന്നാണ് മണം പിടിച്ച പോലീസ് നായ അവിടെയുള്ള ഒരു കടയുടെ മുന്നിലാണ് അവസാനം നിന്നത്. എന്നാൽ അവിടെയുള്ള കടക്കാരെ ഒന്നും പോലീസ് ചോദ്യം ചെയ്തില്ല എന്ന് ഇന്നലെ തന്നെ കുടുംബം ആക്ഷേപം മുന്നോട്ട് വെച്ചിരുന്നു. മറ്റൊന്ന്, ജസ്റ്റിസ് വർമ്മ രാജിവെച്ചു. വീട്ടിൽ പണം കണ്ടെത്തിയ സംഭവത്തിലാണ് രാജി. പാർലമെന്റിലെ പുറത്താക്കൽ നടപടി ഒഴിവായി. ക്രിമിനൽ നടപടികൾക്ക് ഇനി തടസ്സമില്ല. അതായത് കുരുക്കിലേക്ക് പോകുന്നു ജസ്റ്റിസ് വർമ്മ എന്ന വാർത്ത. ഇത് ഒരുപക്ഷെ ഉൾപേജുകളിലുമൊക്കെ ജസ്റ്റിസിന്റെ രാജി അപ്രതീക്ഷിതം, പിരിമുറുക്കം ഒഴിഞ്ഞു എന്ന വാർത്തയും നൽകുന്നുണ്ട്. ഈ ധ്രുവീകരണം എങ്ങോട്ട്, പോളിംഗ് ശതമാനം എന്ത് പറയുന്നു എന്ന വാർത്ത. സഭയ്ക്ക് വേണ്ടെങ്കിൽ ഞങ്ങൾക്ക് തിരിച്ചും വേണ്ടെന്ന് PC ജോർജ് മകനും പറഞ്ഞ വാർത്ത. വളരെ സ്ഫോടനാത്മകമായ പ്രതികരണം. എല്ലാം എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് വ്യക്തമാക്കുന്ന ഒരു പ്രതികരണമാണ് ഉണ്ടായത് എന്ന് ഈ വാർത്ത സൂചിപ്പിക്കുന്നു. ഇതൊക്കെയാണ് മാതൃഭൂമിയിലെ പ്രധാനപ്പെട്ട തലക്കെട്ടുകൾ. കൃഷ്ണരാജ്, ചെറിയൊരു സമയപരിധി ഉണ്ടെന്ന്, അതുകൊണ്ട് നമുക്ക് കേരള കൗമുദി വളരെ വിശദമായി ചർച്ച ചെയ്യാൻ പറ്റില്ല. എന്നാലും അതിലെ 7ാമത്തെ പേജിൽ, വിവിധം പേജിൽ, കണക്കിൽ പ്രതീക്ഷയോടെ ഭരണം ഉറപ്പിച്ച് ഇടത് വലത് മുന്നണികൾ, ഞങ്ങളില്ലാതെ ഭരണമെന്ന് NDA, അങ്ങനെ ഒരു 3 പേരുടെ TP രാമകൃഷ്ണൻ, VD സതീശൻ, രാജീവ് ചന്ദ്രശേഖരൻ, 3 പേരുടെ അഭിമുഖം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു. 3 പേരുടെ അഭിമുഖം, അതിൽ പ്രധാനപ്പെട്ട പോയിന്റുകൾ പറയുന്നുണ്ട്. എന്നാലും രാജീവ് ചന്ദ്രശേഖരന്റെ പ്രതികരണം നമുക്കൊന്ന് നോക്കാം. കേരളത്തിൽ തൂക്കുമന്ത്രി സഭയാകുമെന്ന് പറഞ്ഞു. BJP നിർണായക ശക്തിയായി മാറുമെന്നാണ് അദ്ദേഹം പറയുന്നത്. പാലക്കാട്ടും നേമത്തും ഒക്കെയുള്ള അത് സഹായകരമാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു ബേജാറുമില്ല, 3ാം ഇടതു സർക്കാർ ഉറപ്പെന്നാണ് TP രാമകൃഷ്ണൻ പറയുമ്പോൾ VD സതീശൻ പറയുന്നത് 100 എന്ന് പറഞ്ഞാൽ 100 സീറ്റ് ഉണ്ടാകും. ഇതൊക്കെ കാണണം കേട്ടോ മെയ് 4-ന്. ശരി, അപ്പോൾ വളരെ വാർത്തകൾ കൊണ്ട് സമ്പന്നമാണ് കൃഷ്ണരാജ്. അങ്ങനെ നമ്മൾ പത്രം മുഴുവൻ ചർച്ച ചെയ്തു.